ഹായ് ഗൈസ്, ഡയറക്ട് സെല്ലിങ്ങിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ പുതിയതായിട്ട് കടന്നുവരുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നമ്മൾ തിങ്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആയിത്തീരേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മളൊരു ടീച്ചറാവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടും എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മി സേതുലാൽ. വെൽക്കം ടു എലമെൻറ്റ്സ് വെൽ കെയർ. നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻ്റ് ആകുക എന്നുള്ളതാണ്. സ്റ്റുഡൻ്റ് ആകുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ ഒരു സുഹൃത്ത് മുഖേനയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധു മുഖേനയോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എത്തുന്നത്. അപ്പോൾ എത്തുന്ന സമയം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ചിന്തിക്കാൻ തുടങ്ങും. എന്താ, ഇതെനിക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഈ പ്രൊഡക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഒരു മുൻകൂട്ടി ഇതെല്ലാം എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, ഇതിൽ പുതുമയൊന്നും ഇല്ലല്ലോ എന്നൊരു തോട്ടോട് കൂടിയിട്ടായിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ളൊരു ഡയറക്ട് സെല്ലിങ് അല്ലെ, പ്രത്യേകിച്ച് മൈ ലൈഫ് സ്റ്റൈൽ പോലുള്ള കമ്പനി കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ജസ്റ്റ് പുറമേ നിന്നുള്ള ഡീറ്റെയിൽസ്, പുറമേ നിന്നുള്ള അറിവ് മാത്രമായിരിക്കാം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റുഡൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കാം. എത്ര പുതിയ കാര്യമാണെങ്കിൽ പോലും എൻ്റെ കയ്യിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതിന് എന്താണ് ഈ പ്രൊഡക്റ്റുകൾ, എന്താണ് കമ്പനി, എന്താണ് സിസ്റ്റം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകുക, അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല, ടിപ്പ് എന്ന് പറയുന്നത്, ഇതിനൊരു ടിപ്പ് പറഞ്ഞാൽ അധികം ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട. നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടും ചോദിക്കാം, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ അതല്ലാതെ ഈ പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ കൂടുതൽ ചോദിക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അതായത് ഒരു വര വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ പോകുന്ന ആൾക്കാർ ആ പോയ ആൾ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ, മീൻസ് ആ പോകുന്ന ആൾ കറക്റ്റ് ആയിരിക്കണം, അതൊന്നാമത്തെ കാര്യം. അതുപോലെ കറക്റ്റായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും വിജയിക്കും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. അത് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ്. അതെന്തായാലും സക്സസ് ആവും. കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്, നിങ്ങളിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു സ്റ്റുഡൻ്റ് ആകാം. നിങ്ങളോട് ഈ പറഞ്ഞ നമ്മുടെ അപ്ലൈൻ അങ്ങനെ തന്നെ പറയാം. ഞാൻ സർ എന്നുള്ളൊരു വാക്കൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല, അതൊക്കെ ഭയങ്കര ക്ലീശയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാറേ പ്രൊഡക്റ്റ് കിട്ടിയോ സാറേ, അല്ലെങ്കിൽ എങ്ങനെയാണ് അടുത്ത പരിപാടി എപ്പോഴാണ് സാറേ, ഭയങ്കര ഒരു ക്ലീശ. കാരണം ഇന്നത്തെ കാലത്ത് കമ്പനികളിൽ പോലും നമ്മുടെ മാനേജേഴ്സിനെ പേര് വിളിക്കുന്നിടത്ത് ഇവിടെ ഒരു ബിസിനസ്സിന് ഇതിൽ ഒരു സാറ് ഇച്ചിരി പോകണം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പം പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ നിയമസാധ്യതകൾ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ഏതൊരു FSS അല്ലെങ്കിൽ നമ്മുടെ ഏത് പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന കാര്യം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുക, പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതായിരിക്കും നിങ്ങൾ കേൾക്കുന്ന ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലീഡേഴ്സിന് പ്രത്യേകമുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ഈ ഒരു പ്രത്യേകിച്ച് മൈ ലൈഫ് സ്റ്റൈൽ പോലൊരു കമ്പനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഒരു നല്ലൊരു ലീഡർ ഉണ്ടെന്നാണെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു കമ്പനി ചെയ്തു തരും. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ട്രെയിനർ ആവണോ, നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ട്, നിങ്ങൾക്കത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് കൺവിൻസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ, അത് ഒരു ക്രൗഡിന് മുന്നിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ, പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ, ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളൊരു പ്രസൻറ്റേറ്റർ അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലീഡേഴ്സ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് അതിനും
കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കും, എടാ ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ, ഇത് ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ, മണി ചെയിനല്ലേ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരുന്ന സമയത്ത് തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾ എന്ത് പറയുക അവരോട്? നിങ്ങൾക്ക് എന്തറിയാം ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട്? അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച സ്റ്റുഡൻ്റ് ആകുക എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴേ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ബി എ ടീച്ചർ അല്ലെ ബി എ ലീഡർ ആകുക അല്ലെങ്കിൽ ടീച്ചർ ആകുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിന് പ്രത്യേകിച്ച് മൈലേഷൻ മാർക്കറ്റിങ്ങിൽ നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ലീഡേഴ്സ് അങ്ങനെ പറഞ്ഞു തരാറുണ്ടോ എന്ന് അറിയത്തില്ല, ഒരു സെയിൽസ്മാൻ ആവാതെ ഒരു കൺസൾട്ടൻ്റ് ആകുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പ്രൊഡക്റ്റുകളെ പഠിച്ച് പ്രൊഡക്റ്റുകളെ എങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് പഠിച്ച് അതിൽ കൊടുക്കേണ്ടാത്തവർക്ക് കൊടുക്കാതിരിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ നല്ലൊരു കൺസൾട്ടൻറ്റ് പ്രൊഡക്റ്റ് ആസ് ഒരു വെൽനെസ് പ്രൊമോട്ടർ, പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമോട്ടർ ആകാം, നല്ലൊരു കൺസൾട്ടൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക, ഒരു ടീച്ചർ ആകുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. കാരണം നമുക്കിവിടെ ആളുകളിലേക്ക് കൂടുതൽ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ കിട്ടിയ ഉൽപ്പന്നം വാങ്ങിച്ച ആളുകളെ കൺവേർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡിസ്ട്രിബ്യൂട്ടർ ആക്കുകയാണോ വേണ്ടത്, അതോ അവരെ നമ്മൾ കസ്റ്റമർ ആക്കുകയാണോ വേണ്ടത്? തീർച്ചയായിട്ടും കസ്റ്റമറാക്കി മാറ്റുകയാണ് വേണ്ടത്. കസ്റ്റമറാക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് നോളജ് ഉണ്ടാവണം. ഒരു അസുഖത്തെക്കുറിച്ച് ഒരു കസ്റ്റമർ നമ്മളോട് പറയുന്ന സമയത്ത് ആ വ്യക്തി ഉൽപ്പന്നം കഴിക്കാൻ അർഹനാണെങ്കിൽ, ഇൻ കേസ് അവർ സീവിയർ കേസ് അല്ല, സാധാരണ നോർമൽ ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഏത് പ്രൊഡക്റ്റ് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്ര കാലം കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. ആ ട്രെയിനിങ് കിട്ടുകയും ചെയ്യാം, അത് നിങ്ങൾ കൃത്യമായി പറയാനും പറഞ്ഞു കൊടുക്കാനും പഠിച്ചിരിക്കണം. ഈ കാര്യം നിങ്ങൾ ലീഡേഴ്സിനോട് കൃത്യമായി പഠിപ്പിച്ചു തരാൻ പറയണം. കാരണം എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയല്ല, എല്ലാ രോഗങ്ങൾക്കും ഒരേ പ്രൊഡക്റ്റുകളല്ല കൊടുക്കുന്നതായിട്ട് വരിക, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിൻ്റാണ് ബി എ ടീച്ചർ അല്ലെ ബി എ ലീഡർ എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ കസ്റ്റമറാക്കി മാറ്റിയെടുക്കുന്നതിനെക്കുറിച്ച് ഒരു ടീച്ചറായിരിക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറിനേക്ക് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എത്തിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് നേടി എന്നുള്ളത് കൂടുതൽ സംസാരിക്കാതെ അവർക്ക് എന്ത് കിട്ടും എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം അറിയാലോ, നമ്മൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൈലേജ് സ്റ്റൈൽ അങ്ങനെ നമുക്ക് പറയാം. ആ മൈലേജ് സ്റ്റൈലിലേക്ക് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് കിട്ടും? ഞാനൊരു പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടും, ശരിയാണ്. ഞാൻ 100 പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും, ശരിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എൻ്റെ സുഹൃത്തുക്കളിലേക്ക് എൻ്റെ ഫാമിലിയിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നമ്പറുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു രൂപ കിട്ടിയാൽ പോലും അല്ലെങ്കിൽ ഒരു 100 രൂപ കിട്ടിയാൽ പോലും അതിൽ നിന്നും ഒരു 10 രൂപയെങ്കിലും സേവ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഒരു ടീച്ചറായി മാറുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വളരെ എക്സാമ്പിളായിട്ട് പറയാം, നമ്മുടെ സത്യമാഷ് നമ്മുടെ ടീച്ചറിനാണ് സാധാരണ വിളിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അവരുടെ പ്രോഗ്രാം ഇപ്പം വരാറുണ്ട്. നമുക്കറിയാം നാളെ എറണാകുളത്ത് വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രാം നെക്സസ് റണ്ണാവാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാ ആളുകളും. അപ്പോൾ ആ ഒരു അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നല്ലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ട്. അതാണ് കമ്പനിയുടെ പൊട്ടൻഷ്യൽ, കമ്പനിയുടെ പവർ അതാണ്. അപ്പോൾ കൃത്യമായിട്ട് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക. എന്താണ്? ആദ്യം നിങ്ങളൊരു ബെസ്റ്റ് സ്റ്റുഡൻ്റായി മാറുക, പിന്നെ നിങ്ങൾ നല്ലൊരു ടീച്ചറായി മാറുക. ഈ 2 ക്വാളിറ്റി നിങ്ങൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി, അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരു നല്ലൊരു സക്സസ്ഫുൾ ഓൺടർപ്രണർ, അതായത് മൈലേജ് സ്റ്റൈൽ എന്ന ഒരു കമ്പനി ത്രൂ ഒരു ഓൺടർപ്രണറായി മാറാം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.